മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞു നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി കൊടുത്തതിന് തെളിവില്ല. പണം അയച്ചതിന്റെയോ ടീം മാനേജ്മെന്റ് കൈപ്പറ്റിയതിന്റെയോ ഒരു രേഖയുമില്ല. സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയാണെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്നും പണം നൽകിയെന്നും ആയിരുന്നു സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, 126 കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞു. മന്ത്രി പലവട്ടം അതിനെ പിന്താങ്ങി. മെസ്സി വരും, വരില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. മെസ്സി വന്നാൽ ഇവിടുത്തെ വിശപ്പ് മാറുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഒടുവിൽ മെസ്സിയും അറിഞ്ഞിട്ടില്ല, അർജന്റീനയും അറിഞ്ഞിട്ടില്ല, അങ്ങനെ കോടികൾ കൊടുത്തിട്ടുമില്ല. ഇതാരാണ് പറ്റിച്ചത്? കൃഷ്ണരാജ്, വലിയ ഒരു തട്ടിപ്പിന്റെ മഞ്ഞുമാലയുടെ ഒരറ്റം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെസ്സിയെ കൊണ്ടുവരും, മെസ്സി വരുമെന്നെല്ലാം ഉറപ്പ് നൽകിക്കൊണ്ട് വലിയ പ്രചാരണം നൽകുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരമൊരു കരാറുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യമായ ചർച്ചകളോ ഒന്നും നടക്കാതെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ സാധ്യതകളിലേക്ക് തന്നെയാണ് നിലവിൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്. 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുമ്പോൾ, ഇതിൻ്റെ സ്പോൺസർമാർ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ഒരു പണം കൈമാറ്റം നടത്തിയതിൻ്റെ യാതൊരു തെളിവുകളുമില്ല. അങ്ങനെയെങ്കിൽ ആ പണം എങ്ങോട്ട് പോയി, ആർക്കാണ് കൈമാറിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല GST വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. 22 കോടിയിലധികം രൂപ GST ഇനത്തിൽ ഈടാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇടപാട് നടന്നിട്ടുണ്ട് എങ്കിൽ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടിക്കൊണ്ട് അവരും കത്ത് നൽകി. വലിയ ഒരു ക്രമക്കേടിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. 2023 ജൂലൈയിലാണ് കളമശ്ശേരിയിലുള്ള ഒരു കമ്പനി തങ്ങൾ മെസ്സിയെ കൊണ്ടുവരും, അവിടെ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്താമെന്ന ഒരു വാഗ്ദാനം നൽകി സർക്കാരിനെ സമീപിക്കുന്നത്. അതിനുശേഷം എന്നാൽ ആ കമ്പനിയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ ഈ തട്ടിപ്പിന്റെ വലിയ ഒരു വ്യാപ്തി മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ കൃത്യമായി തന്നെ ഉടലെടുക്കും. എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പരിശോധനകൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. അന്ന് അവകാശവാദവുമായി മുന്നോട്ട് വന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പിന്നീട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അതിലേക്ക് കടന്നു വരുന്നു, ഇത് ഏറ്റെടുക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏറ്റെടുക്കുമ്പോൾ പോലും മുമ്പുണ്ടായിരുന്ന കമ്പനിയുടെ അതേ മേൽവിലാസത്തിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രവർത്തിച്ചിരുന്നത്. അതായത് രണ്ടും ഒരേ കമ്പനിയാണ് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സംശയിക്കാൻ കഴിയുന്ന ഇടപാടുകളെല്ലാം തന്നെയാണ് നടന്നിരിക്കുന്നത്. പിന്നീട് സ്പോൺസറായി എത്തിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഇതേ വിലാസം എങ്ങനെ നൽകി എന്നത് സംബന്ധിച്ചുള്ള സംശയത്തിനും ദൂരീകരണമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു അന്വേഷണം വേണമെന്നും വിജിലൻസിന്റെ അന്വേഷണം വേണമെന്നും എല്ലാമാണ് കായിക മന്ത്രാലയം ശുപാർശ ചെയ്യുന്നത്. അത്തരം ശുപാർശകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കായിക മന്ത്രിക്കും, ഒപ്പം തന്നെ കായിക മന്ത്രി അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കും, എന്ത് നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ 126 കോടി രൂപയുടെ ഇടപാട് എവിടെ നടന്നു, ആ പണം എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ എവിടേക്ക് മാറ്റി എന്നെല്ലാമുള്ള 100 ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. കൃഷ്ണരാജ്, ജിജീഷ്, ഒരു കാര്യം കൂടി, അതായത് ഈ കൊണ്ടുവരുമെന്നും പണം കൊടുത്തുവെന്നും കോടികളാണ് നൽകിയതെന്നും പലവട്ടം ചർച്ച നടത്തിയെന്നും ഒക്കെ പറഞ്ഞ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തി നയിക്കുന്ന സ്ഥാപനത്തെ അപ്പാടെ അങ്ങ് ഒരു മന്ത്രി വിശ്വസിക്കുക, അതത്ര എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. കാരണം മന്ത്രിയാണ് പലവട്ടം ഇടയ്ക്കിടെ വന്ന് ഈ വ്യക്തിയുടെ വാക്കുകളെ അടിവരയിട്ടത്. മെസ്സി വരും എന്ന് പറയുന്നു, പിന്നീട് മെസ്സി വരില്ലെന്ന് പറയുന്നു, അർജന്റീന പറ്റിച്ചു എന്ന് പറയുന്നു, മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചതാണെന്ന് പറയുന്നു, സ്റ്റേഡിയം നവീകരണം നടക്കുന്നു. അങ്ങനെ പലതും സംഭവിക്കുമ്പോൾ ഒരു മന്ത്രി ഇതിലൊക്കെ ചെന്ന് വീഴുമെന്ന് കരുതുന്നുണ്ടോ? മന്ത്രി എല്ലാം അറിഞ്ഞിട്ട് തന്നെയോ? കൃഷ്ണരാജ്, അത്തരം സംശയങ്ങളെല്ലാം തന്നെ ഒരു ശക്തമായ സമയമാണ്. കാരണം മന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അവകാശവാദത്തെ പൂർണ്ണമായും വിശ്വസിച്ചത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാപനം മുന്നോട്ട് വന്ന് തങ്ങൾ നാളെ
ലോക ഫുട്ബോളറെ കൊണ്ടുവരുമെന്നെല്ലാം പറയുമ്പോൾ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ അവകാശവാദം ഉന്നയിക്കാനും പിന്നീട് അതിൻ്റെ പേരിൽ വിദേശ യാത്രകൾ സ്പെയിനിലേക്കടക്കം യാത്ര ചെയ്യുകയെല്ലാം തന്നെ ചെയ്ത മന്ത്രിയുടെ വിദേശ യാത്രകളടക്കം സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കായിക മന്ത്രിയായിരുന്ന അബ്ദുൾ റഹ്മാൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും അന്വേഷണ പരിധിയിലേക്ക് വരും. അന്നത്തെ കായിക മന്ത്രി എങ്ങനെയാണ് ഇതിൽ ഇടപെട്ടിരുന്നത്, അദ്ദേഹത്തുമായി ആരെല്ലാമാണ് ബന്ധപ്പെട്ടിരുന്നത്, ഈ സാമ്പത്തിക ഇടപാടുകളിൽ മുൻ കായിക മന്ത്രിക്ക് ഉണ്ടായിരുന്ന പങ്കാളിത്തം എന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കാര്യം മന്ത്രി കൂടി പ്രചരിപ്പിച്ചത്. സ്വാഭാവികമായും മന്ത്രിമാർ അത്തരം കാര്യങ്ങളെല്ലാം പറയണമെങ്കിൽ അതിന് ശക്തമായ ചില രേഖകളുടെ അടിസ്ഥാനമുണ്ടാകണം. പ്രത്യേകിച്ച് സർക്കാർ പോലും ഈ സ്പോൺസറുമായി ഔദ്യോഗികമായ ഒരു രേഖകൾ ഉണ്ടാക്കിയിട്ടില്ല. ഒറ്റപ്പെട്ട ചില ഇമെയിൽ കത്തിടപാടുകൾക്കപ്പുറം യാതൊരു തരത്തിലുള്ള രേഖാമൂലമുള്ള ഇടപാടുകളും നടത്താതെ എങ്ങനെയാണ് ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പുറത്തു വരാനുള്ളത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഈ വിശദമായ അന്വേഷണം നടക്കുക. സ്വാഭാവികമായും മുൻ മന്ത്രി കൂടി കായിക മന്ത്രി കൂടി ഈ ഒരു അന്വേഷണത്തിൽ ഉൾപ്പെടുകയും ചെയ്യുകയാണ്. കൃഷ്ണരാജ്, ശരി. ഏതായാലും മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് മെസ്സി അറിഞ്ഞിട്ട് പോലുമില്ല കേരളത്തിൽ നിന്ന് ഒരു ക്ഷണം എത്തിയതായി. അങ്ങനെ ഒരു ക്ഷണം എത്തിയിട്ടുമില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു കരാറും ഒപ്പിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ 126 കോടി ഏത് വഴിക്ക് പോയി, എന്താണ് സംഭവിച്ചത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. 1, 2, 3 പേർ ചേർന്ന് ദിവസവും ഇങ്ങനെ ചാനലുകളിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരായി മലയാളികൾ മാറി എന്നാണ് ഈ വമ്പൻ തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കേണ്ടി വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.